ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ചോദ്യം പറയുന്നത് എയും ബിയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈൻ കിട്ടും. ആ ലൈനിനെ വൈ സെഡ് പ്ലെയിൻ ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ എന്ത് കണ്ടുപിടിക്കണം? കോർഡിനേറ്റ്സുകൾ നമുക്ക് കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ലൈൻ എ ബി divides yz plane in the ratio k is to 1. Therefore, coordinates of dividing point is k into x2 എന്ന് പറഞ്ഞാൽ 6 വരും plus x1 എന്ന് പറയുന്നത് 3 divided by 1 plus k, comma k into y2 എന്ന് പറയുന്നത് 10 plus y1 എന്ന് പറയുന്നത് 8 divided by 1 plus k, comma k into z2 എന്ന് പറയുന്നത് -8 plus z1 എന്ന് പറയുന്നത് 10 divided by 1 plus k. ഒന്നുകൂടി അതിനെ സിംപ്ലിഫൈ ചെയ്യാം. 6k plus 3 divided by 1 plus k, comma 10k plus 8 divided by 1 plus k, comma minus 8k plus 10 divided by 1 plus k. ഇനി ഏത് പ്ലെയിൻ ആണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്? yz പ്ലെയിൻ ആണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ x കോർഡിനേറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. x കോർഡിനേറ്റ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6k plus 3 divided by 1 plus k 0 ആയിരിക്കണം. അതായത് 6k plus 3 0 ആയിരിക്കണം. 6k എന്ന് പറയുന്നത് -3 ആയിരിക്കണം. k എന്ന് പറയുന്നത് -3/6 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:6 റേഷ്യോയിലാണ്. അത് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയതുകൊണ്ട് എക്സ്റ്റേണലി ആയിരിക്കും. ഈ 3:6 എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ പറയാം? 1:2 റേഷ്യോയിലാണെന്ന് പറയാം. നമ്മുടെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇനി കിട്ടേണ്ടത് എന്തൊക്കെയാണ്? എക്സ് കോർഡിനേറ്റ് 0 ആണെന്ന് അറിയാം, വൈ കോർഡിനേറ്റും വേണം, അതുപോലെ തന്നെ ഇസഡ് കോർഡിനേറ്റും വേണം. വൈ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ കെയിന് -1/2 എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്യാം. -3/6ന്റെ ചുരുക്ക രൂപമാണ് -1/2. അപ്പൊ ഞാൻ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുകയാണ്. വൈ കോർഡിനേറ്റ് ഈക്വൽ ടു 10 into -1/2 plus 8 divided by 1 plus -1/2. It is equal to 2 10 cancel ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 വരും. -5 plus 8 divided by 1/2. 1 ൽ നിന്ന് 1/2 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞ ആശയമാണ് വരിക അവിടെ. അപ്പോൾ ബാക്കി എത്ര വരും? 1/2 വരും. അതായത് 3/1/2 is equal to 6. കാരണം 2 നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ 3 into 2 എത്ര വരും? 6 എന്ന് പറഞ്ഞ ആശയം വരും. z coordinate equal to -8 into -1/2 plus 10 divided by 1 plus -1/2. It is equal to 2 8 ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 ടൈംസ് വരും. -4 into -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +4 ആണ് വരിക. 4 plus 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 divided by 1/2 is equal to 28. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് കോർഡിനേറ്റ് 0, സെക്കൻഡ് കോർഡിനേറ്റ് 6, തേർഡ് കോർഡിനേറ്റ് 28. നമ്മൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ട്രയാങ്കിൾ ABC എന്ന് പറയുന്നതിന്റെ രണ്ട് വെർട്ടെക്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന വെർട്ടെക്സും ബി എന്ന് പറയുന്ന വെർട്ടെക്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്ന വെർട്ടെക്സ് അറിയില്ല. സെൻട്രോയിഡ് എന്ന് പറയുന്നത് 1 2 3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സുകൾ കണ്ടുപിടിക്കണം. ഈ കോർഡിനേറ്റ്സുകൾ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ XYZ എന്ന് പറഞ്ഞ് അതിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് 3 -5 7, ബി എന്ന് പറയുന്ന പോയിന്റ് -1 7 -6, സി എന്ന് പറയുന്നത് അറിയില്ല. തൽക്കാലം നമ്മൾ അതിനെ XYZ എന്ന് പറഞ്ഞ് എടുക്കുന്നു. ഇനി നമ്മൾ ഫോർമുല പ്രകാരം സെൻട്രോയിഡ് എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 plus -1 plus x divided by 3, -5 plus
7 plus y divided by 3, comma 7 plus minus 6 plus z divided by 3. ഇത് ഫോർമുല പ്രകാരമുള്ള കണക്ഷനാണ്. ഇത് ശരിക്കും എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 1 2 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് പറയാം? ഓർഡേർഡ് ട്രിപ്ലറ്റ് 1 2 3ക്ക് തുല്യമാണ് എന്ന് പറയാം. ഇവിടെ നിന്ന് നമുക്ക് ആദ്യത്തെ കോർഡിനേറ്റ് 1 ആയിരിക്കണം, അടുത്തത് 2 ആയിരിക്കണം, അടുത്തത് 3 ആയിരിക്കണം. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? x plus 2 divided by 3 എത്രയായിരിക്കണം? 1 ആയിരിക്കണം. അതുപോലെ y plus 2 divided by 3 എത്രയായിരിക്കണം? 2 ആയിരിക്കണം. z plus 1 divided by 3 is equal to 3. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാനിവിടെ z plus 1 ഉം ഇവിടെ y plus 2 ഉം ഇവിടെ x plus 2 ഒക്കെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് പറയാം? x plus 2 എന്ന് പറയുന്നത് 3 ആയിരിക്കണം. x is equal to 3 minus 2 equal to 1. y plus 2 equal to 6. y is equal to 6 minus 2 which is equal to 4. z plus 1 equal to 9. z is equal to 9 minus 1 which is equal to 8. അപ്പോൾ ആ കോർഡിനേറ്റ്സുകൾ ഏതൊക്കെയാണ് വരിക? x കോർഡിനേറ്റ് 1 വരും, y കോർഡിനേറ്റ് 4 വരും, z കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 8 എന്ന് പറയുന്ന ആശയം കയറി വരും. നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾക്ക് 3 വെർട്ടിസസുകൾ ഒരു ട്രയാങ്കിളിന്റെ തന്നിട്ടുണ്ട്. സെൻട്രോയിഡ് എന്ന് പറയുന്നത് 1 2 3 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടെത്താനുള്ളത് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ആണ് കണ്ടെത്താനുള്ളത്. കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത അതേ ഐഡിയ തന്നെയാണ് നമുക്ക് ഇവിടെയും പറയുവാനുള്ളത്. ഫോർമുല പ്രകാരം ഇതിനെ എങ്ങനെ എഴുതാം? a plus 1 plus minus 3 divided by 3, 2 plus b plus minus 1 divided by 3, 5 plus 0 plus c divided by 3. സെൻട്രോയിഡ് കാണാനുള്ള ഫോർമുലയാണ്. ഇത് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 1 2 3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇതിനടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം? a minus 2 divided by 3. 1 plus minus 3 minus 2 ആണ്, അതുകൊണ്ടാണ് ഇവിടെ a minus 2 by 3. ഇത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതുപോലെ തന്നെ b 2 minus 1, 2 minus 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ b plus 1 divided by 3 2 ആയിരിക്കണം. 5 plus c divided by 3 എന്ന് പറയുന്നത് 3 ആയിരിക്കണം. a minus 2 എന്ന് പറയുന്നത് 3 ആയിരിക്കണം. a എന്ന് പറയുന്നത് 3 plus 2 is equal to 5. b plus 1 equal to 6. b equal to 6 minus 1 is equal to 5. 5 plus c equal to 9. c equal to 9 minus 5 which is equal to 4. അപ്പോൾ a ന്റെ വാല്യൂ 5, b ന്റെ വാല്യൂ 5, c എന്ന് പറയുന്നതിന്റെ വാല്യൂ 4. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് സെൻട്രോയിഡ് എന്ന് പറയുന്ന ആശയം തന്നിട്ടുണ്ട്. പി ക്യു ആർ എന്ന് പറയുന്ന 3 വെർട്ടെക്സുകളും അതിന്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. അതിൽ എയും ബിയും സിയും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് കണ്ടെത്താനുള്ളത് എന്താണ്? സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ എയുടെയും ബിന്റെയും സിന്റെയും വാല്യൂ കണ്ടുപിടിക്കുക. മുമ്പത്തെ ചോദ്യത്തിന്റെ അതേപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായ രണ്ടാമതൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതേ കാര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ട്രയാങ്കിൾ പി ക്യു ആർ ഐസോസിലസ് ആണെന്ന് തെളിയിക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഫോർമുല പ്രകാരം ചെയ്തു വരുമ്പോൾ a plus 1 plus 4 divided by 3, 7 plus 2b plus 9 divided by 3, minus 10 plus minus 6 plus 3c divided by 3. ഇത് എന്തിനു തുല്യമായിരിക്കണം? 5 by 3, 22 by 3, minus 22 by 3 എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. കാരണം നമുക്ക് സെൻട്രോയിഡ് അതാണെന്ന് നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം? a plus 5 by 3 എന്ന് പറയുന്നത് 5 by 3 ആയിരിക്കണം. ഈ 3യും ഈ 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ a എന്ന് പറയുന്നത് 5 minus 5 എത്രയാണ് വാല്യൂ കിട്ടുക? 0 ആണ് കിട്ടുക. സെക്കൻഡ് കേസിലേക്ക് പോകുമ്പോൾ 2b plus 7 plus 9 16 വരും, divided by 3 equal to 22 by 3. 3യും 3യും ക്യാൻസൽ ചെയ്യാം. 2b എന്ന് പറഞ്ഞാൽ 22 minus 16, അതായത് 2b എന്ന് പറയുന്നത് 6, b equal to 6 by 2 is equal to 3. minus 16 plus 3c by 3 equal to minus 22 by 3. 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം.
അതായത് 3c ഈക്വൽ ടു -22 പ്ലസ് 16. 3c ഈക്വൽ ടു -6, c ഈക്വൽ ടു -6/3 is equal to -2. അപ്പോൾ നമുക്ക് a ന്റെ വാല്യൂ 0 ആണ്, b ന്റെ വാല്യൂ 3 ആണ്, c എന്ന് പറയുന്നതിന്റെ വാല്യൂ -2 ആണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത് PQR എന്ന് പറയുന്നത് ഐസോസെലസ് ആണെന്നാണ് തെളിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് PQR എന്ന് പറയുന്നത് ഐസോസെലസ് ആണ് തെളിയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്ക് തൊട്ട് മുന്നേ കിട്ടിയ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഇതിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് എന്ത് ചെയ്യാണ്, ഒന്ന് മോഡിഫൈ ചെയ്യാണ്. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റ് 0, 7, -10. Q എന്ന് പറയുന്ന പോയിന്റ് 1, 6, -6. R എന്ന് പറയുന്ന പോയിന്റ് 4, 9, -6. അപ്പോൾ നമ്മൾ പിയും ക്യൂവും ആറിന്റെയും നമ്മൾ മോഡിഫൈ ചെയ്ത രൂപം എഴുതി ഇവിടെ എല്ലാ നമ്പറുകളും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുക, എന്നിട്ട് നമ്മൾ ഐസോസെലസ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തുക. അപ്പോൾ ആദ്യം പി ക്യൂ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുകയാണ്. റൂട്ട് ഓഫ് 1 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 6 - 7 ഹോൾ സ്ക്വയർ പ്ലസ് -6 - -10 ഹോൾ സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ന്റെ സ്ക്വയർ ആണ് വരിക 1 പ്ലസ് ഇവിടെ -1 ആണ് വരിക, അതിന്റെ സ്ക്വയർ 1 പ്ലസ് ഇവിടെ ഇങ്ങനെ -6 + 10 ആണ് വരിക, അതായത് 4 വരും, 4 ന്റെ സ്ക്വയർ 16 വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 18. അടുത്തത് QR എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് 4 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 9 - 6 ഹോൾ സ്ക്വയർ പ്ലസ് -6 - -6 ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഇത് 3 ആണ് വരിക, 3 ന്റെ സ്ക്വയർ 9 പ്ലസ് ഇവിടെയും 3 ആണ് വരിക, 3 ന്റെ സ്ക്വയർ 9 പ്ലസ് ഇത് 0 ആണ് വരിക, 0 ന്റെ സ്ക്വയർ 0 റൂട്ട് 18. അടുത്തത് PR എന്ന് പറയുന്നത് കണ്ടെത്തുക. റൂട്ട് ഓഫ് PR 4 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 9 - 7 ഹോൾ സ്ക്വയർ പ്ലസ് -6 - -10 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 - 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 വരും, പ്ലസ് ഇവിടെ 2 വരും, 2 ന്റെ സ്ക്വയർ 4 വരും, പ്ലസ് ഇവിടെ ചെയ്യുന്ന സമയത്ത് 4 ആണ് വരിക, 4 ന്റെ സ്ക്വയർ 16 വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 36. ശരിക്കും നമ്മൾക്ക് PQ എന്ന് പറയുന്ന സൈഡും QR എന്ന് പറയുന്ന സൈഡും PQ എന്ന് പറയുന്ന സൈഡും QR എന്ന് പറയുന്ന സൈഡും ചെയ്യുമ്പോൾ തന്നെ ഒരേ ഡിസ്റ്റൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ശരിക്കും കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം ഐസോസെലസ് ട്രയാങ്കിൾ ആവെന്ന് പറഞ്ഞാൽ 2 സൈഡ് ഈക്വൽ ആയാൽ മതി, മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആവാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് PR കൂടി കണ്ടെത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടൂ, കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടുകയുള്ളൂ. ഇനി നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? Therefore triangle PQR is isosceles. അടുത്ത ചോദ്യത്തിലേക്കൊന്ന് പോവാം. Find the coordinates of the points which trisect the line segment joining the points P401 and Q240. PQ എന്ന് പറയുന്ന 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഈ പോയിന്റുകൾ ജോയിൻ ചെയ്താൽ നമുക്കൊരു ലൈനാണ് കിട്ടുക. ആ ലൈൻ എന്ന് പറയുന്നതിനെ ട്രൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലായ 3 പാർട്ടുകളാക്കി മാറ്റുക. ലൈനിനെ ട്രൈസെക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ 2 പോയിന്റുകൾ അതിൽ അടയാളപ്പെടുത്തേണ്ടി വരും. ആ 2 പോയിന്റുകൾക്കും എന്തുണ്ടാവും, കോർഡിനേറ്റ്സുകൾ ഉണ്ടാവും. ആ കോർഡിനേറ്റ്സുകൾ കണ്ടുപിടിക്കാനാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. PQ എന്ന് പറയുന്ന ലൈന്, ആ ലൈനിനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 1:2 റേഷ്യോയിലും വിചാരിക്കാം. എന്തായാലും ഏതെങ്കിലും ഒരു രീതിയിലൂടെ നമ്മൾ മുൻപിലേക്ക് മൂവ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്തെന്ന് പറയുകയാണ്, ഇന്റേണൽ ആയിട്ട് 2:1 റേഷ്യോയിൽ PQനെ R എന്ന് പറഞ്ഞ പോയിന്റ് ഡിവൈഡ് ചെയ്തെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെ 3 യൂണിറ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ R എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ആയിരിക്കും, ഇവിടെ നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് 1 യൂണിറ്റ് ആയിരിക്കും. Therefore coordinates of R is ഇന്റേണൽ ഡിവിഷന്റെ ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. m ന് പകരം 2, n ന് പകരം 1. x1 y1 z1 എന്ന് പറയുന്നത് 401, x2 y2 z2 എന്ന് പറയുന്നത് 240. അപ്പോൾ നമ്മൾ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ m × x2 എന്ന് പറയുന്നത് 2 പ്ലസ് n ×
x1 എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ m പ്ലസ് n 2 പ്ലസ് 1 കോമ m ഇൻറ്റു y2 എന്ന് പറയുന്നത് 4 പ്ലസ് n ഇൻറ്റു y1 എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 കോമ m ഇൻറ്റു z2 എന്ന് പറയുന്നത് 0 പ്ലസ് n ഇൻറ്റു z1 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും, ഇവിടെയും 4 വരും. അപ്പോൾ 8/3 കോമ ഇവിടെ 8 വരും, അത് 0 ആവും. അപ്പോൾ അവിടെ എന്ത് വരും? 8/3 കോമ ഇത് 0 ആയിട്ട് പോകും. അപ്പോൾ അവിടെ ബാക്കി 1/3. അപ്പോൾ r എന്ന് പറയുന്ന പോയിന്റിന്റെ എന്ത് കിട്ടിക്കഴിഞ്ഞു? നമുക്ക് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ആശയം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ആണ്, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 1 യൂണിറ്റ് ആണ്. നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ PR എന്ന് പറയുന്നതിനെ എങ്ങനെ മാറ്റിയാൽ മതി? 1:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പോയിന്റ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാണ് S എന്ന് പറഞ്ഞ പോയിന്റ്. ഇങ്ങനെ 1:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം എന്താണ്? മിഡ് പോയിന്റ് എന്ന് പറഞ്ഞ ആശയം കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നത് മിഡ് പോയിന്റ് ഓഫ് PR ഈസ് PR എന്ന് പറയുന്നതിന്റെ മിഡ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഇതിന്റെ മിഡ് പോയിന്റ് ആയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഇതിനെ S എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്തു തരണം? 3 പാർട്ടുകളാക്കി മാറ്റി കഴിഞ്ഞു. അപ്പോൾ എസിന്റെ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ മിഡ് പോയിന്റ് ഓഫ് PR ഈസ് മിഡ് പോയിന്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. y കോർഡിനേറ്റ് ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. z കോർഡിനേറ്റ് ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ വരുന്നത്? 401 ആണ് P-ന്റെ പൊസിഷനിൽ. R എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുമ്പോൾ 4 പ്ലസ് 8/3 ഡിവൈഡ് ബൈ 2 കോമ 0 പ്ലസ് 8/3 ഡിവൈഡ് ബൈ 2 കോമ 1 പ്ലസ് 1/3 ഡിവൈഡ് ബൈ 2. നമുക്ക് അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ബൈ 1 എന്ന് പറയുന്ന ആശയം കൊടുത്തുകൊണ്ട് ചെയ്താൽ ഇവിടെ 4 × 3 എന്ന് പറഞ്ഞാൽ 12 വരും. 12 1 × 8 എന്ന് പറഞ്ഞാൽ 8 വരും. അപ്പോൾ 12 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 3 ഓൾ ഡിവൈഡഡ് ബൈ 2 കോമ 8/3 ഓൾ ഡിവൈഡഡ് ബൈ 2 കോമ ബൈ 1 കൊടുക്കുക. ക്രോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ഓൾ ഡിവൈഡഡ് ബൈ 2. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പോകുമ്പോൾ ഈ 2 എന്ന് പറയുന്നത് മുകളിൽ എന്താണോ കിട്ടുന്നത് അതിന്റെ നേരെ പകുതി എടുത്താൽ മതി. മുകളിൽ 20/3 ആണ് വരിക. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരിക? 10/3. ഇവിടെ 8/3 ആണ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3. ഇവിടെ 4/3 ആണ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2/3. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ട്രൈസെക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായി മാത്രമേ വരാറുള്ളൂ. വന്നു കഴിഞ്ഞാൽ അതിന് 4 മാർക്ക് വെയിറ്റേജ് ആണ് വരുന്നത്. കൂടുതലും സെൻട്രോയിഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുമാതിരി ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങളുമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലും ചോദിക്കുന്നത്. അതുപോലെ തന്നെ റേഷ്യോ കണ്ടുപിടിക്കാവുന്ന ചോദ്യങ്ങളും. ആ ചോദ്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങളത് പഠിക്കുക. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മാർക്കിലെ ഒരു 3 മാർക്കെങ്കിലും മിനിമം നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമ്മൾ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.